കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുത്, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കരുത്. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം അറിയണം. ഒരു നിമിഷം നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പിൽ എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ എഴുന്നേൽക്കാം. വായിച്ചു കേട്ട ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ച്, യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ഈ രാജ്യത്തിൻ്റെ അധിപതികളുടെ ശക്തികൾ തകരപ്പെടുവാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ടെന്നുള്ള ഉറപ്പോടെ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം അസാധ്യമെന്ന് പറയുന്ന അതേ സ്തോത്രം, ഹല്ലേലൂയ, ഏത് സാഹചര്യങ്ങളെയും സാധ്യമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ്. കഴിഞ്ഞ ദിവസം നമ്മൾ അത്ഭുത സാക്ഷ്യം കേട്ടു. ഓ ഹല്ലേലൂയ, ഓ സ്തോത്രം, ബ്രെയിൻ ട്യൂമർ വന്ന്, ഓ സ്തോത്രം, ഹല്ലേലൂയ, ആശുപത്രിയില് സർജറിക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ ഒരു അഭിഷക്തന്റെ പ്രാർത്ഥനയാൽ ജീവൻ മടക്കി കൊടുത്തത് മാത്രമല്ല, കർത്താവിന്റെ സാക്ഷിയായി ആ ദൈവദാസനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദിവസമത്രേ. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച ചില നിമിഷങ്ങൾ ആ ദൈവത്തിന് നന്ദി പറഞ്ഞ്, ഓ ഹല്ലേലൂയ, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുതകരം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, നമുക്ക് വേണ്ടി കാൽവരി തുറക്കപ്പെട്ട കർത്താവിന്റെ പൊൻകരം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ ശിവകടനങ്ങളും തുറന്ന് എത്രമാത്രം ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രമാത്രം ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ, ഓ ഹല്ലേലൂയ, കാരാഗ്രഹത്തിനകത്ത് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം സഭയുടെ ശക്തമായ പ്രാർത്ഥന ഉയരട്ടെ. അതരം തുറന്ന് ഭക്തൻ പറയുന്നു, എന്റെ നിലവിളി കേൾക്കണമേ. ഉറച്ച നിലവിളിയോടെ ആർക്കൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും? അതരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നിലവിളിക്കാം. ഓ ഹല്ലേലൂയ, ഇതേ ദൈവം തന്നിരിക്കയാ, ഇതേ ദൈവം തന്നിരിക്കയാ. ആ ദൈവത്തെ നന്ദി പറയാ, ആ ദൈവത്തെ സ്തുതിക്കുക. ഓ ഹല്ലേലൂയ, ഇസ്രായേൽ ഒരുമിച്ച് ദൈവത്തെ ആർപ്പിട്ട് സ്തുതിച്ചപ്പോൾ അവർ മുമ്പോട്ട് പോകാൻ തടസ്സമായിരുന്ന എരിഹോ കോട്ട തകർന്നു വീണെങ്കിൽ ഇന്ന് പകൽ ചില കോട്ടഗോത്രങ്ങൾ തകരപ്പെടുവാ. പ്രാർത്ഥനയുടെ മറുപടി പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കാം. ആ മറുപടി, പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് വരെ പ്രാപിച്ചിട്ട് വരവും. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇതെല്ലാം വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായി അടിയങ്ങളെ സമ്പൂർണമായി അപ്പന്റെ പാദപീഠത്തിൽ സമർപ്പിക്കും. കർത്താവേ, അങ്ങ് അടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കയിടപെടുകയും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർന്ന ദൈവത്തിന് സ്തോത്രം പറയാം ശക്തിയോടെ. ഹല്ലേലൂയ. സ്ഥാനങ്ങളിൽ ഇരിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ വചനം വായിക്കാം. 102-ാം സങ്കീർത്തനം, അതിന്റെ 1-2 വാക്യങ്ങൾ. യഹോവയുടെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം അറിയണമേ. ഇവിടെ ദൈവഭക്തന്റേതായ പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്. ഇന്ന് പകൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്.
നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് പകൽ ഇവിടെ അരിഷ്ടന്റെ പ്രാർത്ഥന എന്നാണ് എൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അരിഷ്ടത വരുമ്പോഴാണ് അധികം നമ്മൾ ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പലരോടും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവിക രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയും, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അധികം നിലവിളിക്കേണ്ട കാര്യമില്ല, അധികം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നതാണ് പലരുടെയും ചിന്ത. പക്ഷെ കർത്താവിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ കഠിനമാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവരൊക്കെ നിലവിളിച്ച് വിടുതലേറ്റെടുത്ത അനേക അനുഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, മാതാപിതാക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് തലമുറയുടെ മേൽ അനുഗ്രഹത്തെ വന്നു. തലമുറകളുടെ അനുഗ്രഹത്തിന് മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കരയണം, നിലവിളിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് തോന്നരുത്. പ്രാർത്ഥിക്കുവാൻ അവസരമുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ, കിട്ടുന്ന സമയം മുഴുവനും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന സഭ ദേശത്തുണ്ടെങ്കിൽ ദേശം വിടുവിക്കപ്പെടും. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വെറുതെ നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടിയുണ്ട്. നമ്മൾ ഏകാഗ്രതയോടെ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ പ്രാർത്ഥിച്ചാൽ 24 മണിക്കൂറും പ്രാർത്ഥനയിൽ 4 മണിക്കൂറോ 6 മണിക്കൂറൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പൊ ആ പ്രാർത്ഥന ദൈവം നിങ്ങൾ തന്നിരിക്കുന്ന സമയമാണ്, നിയോഗമാണ്. അതിനകത്ത് ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കാതെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അതിന് മറുപടിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ പ്രാർത്ഥിച്ചു മറുപടി ലഭിക്കാത്ത ഒരു വ്യക്തിയും ഇതിനകത്ത് കാണുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന, ആരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നമ്മൾ വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുമ്പോൾ കർത്താവിന്റെ ദാസീദാസന്മാരുടെ പ്രാർത്ഥന അതിന്റെ മേൽ സീല് ചെയ്യും. ആ വരുന്ന വിടുതൽ നിലനിൽക്കും. എന്റെ വിഷയത്തിന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്ന പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ആരെങ്കിലും പറഞ്ഞു കേട്ട് നമ്മൾ അതനുസരിച്ച് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരും. പക്ഷെ അതിനകത്ത് സ്വന്തമായി ഒരു നിലപാടെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആരെയും നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനാ അനുഭവങ്ങളും. ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് നിലവിളിച്ചാൽ, ദൈവദാസന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനാ അനുഭവത്തിൽ വളരണം. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഒരുക്കമാണ്. ഈ കർത്തൃമേശയെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയട്ടെ. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇതിനെ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ ഇതൊരു ഔഷധമായി മാറും. ഇത് രോഗശാന്തിക്ക് പ്രയോജനപ്പെടും. അനേകരുടെ വിടുതലിന് അത് കാരണമായി തീരും. കർത്താവ് ഇറങ്ങി വന്ന ശുശ്രൂഷ ചെയ്യുന്നത്, ദൈവാത്മ നിയോഗത്തോടൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന്റെ സകല മഹത്വവും കർത്താവിന്. നമുക്കതിൽ പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് അനുസരിച്ചാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസം എത്ര വലുതാണ്, പ്രാർത്ഥനയ്ക്ക് ഇന്നും മറുപടി തരും. നിങ്ങൾ ദൈവദാസനോട് ഒരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ വിഷയം പറഞ്ഞ് ആ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ചാൽ ആ സ്പോട്ടിൽ ദൈവം വിടുതൽ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇന്നും മറുപടി തരുവാൻ ശക്തനാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
നമ്മുടെ പ്രാർത്ഥന അനുഭവം വളരണം. പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തന്നു എന്ന് പറയത്തക്കവണ്ണം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സാക്ഷ്യം പറയുവാൻ നമുക്ക് കഴിയണം. ഇന്ന് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കാനില്ലാത്തത് കൊണ്ട് നമ്മുടെ ആക്ച്വലി എത്രയോ വർഷങ്ങളായി തൈറോയ്ഡ് നോർമലാകാതിരുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളായി അവർ ചില തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായി. പക്ഷെ ഈ ആഴ്ചയിൽ അതെ, ആ തൈറോയ്ഡ് നോർമലായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്നൊരു ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൃപ നൽകിയ ചില ദിവസങ്ങൾ ഞാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് പറയും, പുറകോട്ട് ഇറങ്ങി ജനത്തിന്റെ മേൽ കൈവയ്ക്കുവാൻ. അങ്ങനെ ഇറങ്ങുന്ന ദിവസങ്ങൾ ദൈവം ചിലർ ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ എന്റെ വിദ്യാഭ്യാസത്തിന്റെ കഴിവിന്റെയോ യോഗ്യത കൊണ്ടല്ല, എന്റെ കൂടെയുള്ള കർത്താവ് വലിയവനാണ്. എന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ആ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ജയിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. ലോകം നിന്നെ തകർത്ത് കളയുമെന്ന് പറയുമ്പോൾ, സാഹചര്യങ്ങൾ തളർന്നു പോകുമെന്ന് തോന്നുമ്പോൾ, ഇല്ല, അതിന്റെ മുകളിൽ നമ്മെ നിർത്തുന്നവനാണ് നമ്മുടെ ദൈവം. നാം തളർന്നു പോകേണ്ടുന്നവരല്ല. പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവും ഉലകത്തിലില്ല. ഒരിക്കലും ഞാൻ അമ്മ കൊടുത്തു പോകുമ്പോൾ അബിയ സഹോദരി പറഞ്ഞു, എന്റെ കിണറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല മാസ്റ്ററെ. 7,000 നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഒരു 15 വർഷം വരെ എന്നാണ് എന്റെ ഓർമ്മ, അല്ലേ? ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ മതി. ഒരു സ്റ്റീൽ കപ്പില് ചുമന്നു കൊണ്ടുവന്ന് അവിടെ ഒരു സ്റ്റീൽ കപ്പ് വെള്ളം എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ അതിനെ അവിടെ കിണറ്റിന് കരുതുന്നു പ്രാർത്ഥിച്ചിട്ട് ആ കിണറ്റിനകത്തേക്ക് ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇതിനകത്ത് കിട്ടും. അന്ന് മുതൽ ഇതുവരെ ആ കിണർ പറ്റിയിട്ടില്ല. 15 വർഷത്തിലധികം കഴിഞ്ഞു. ഇന്നും ആ കിണറ്റിനകത്ത് മോട്ടർ വെച്ച് വെള്ളമടിക്കാൻ എത്ര വേനൽ വന്നാലും അവരുടെ വീട്ടാവശ്യത്തിന് മറ്റൊരു കിണറിൽ പോയി കോരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്നും ആ ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏതോ വറ്റിപ്പോയ വരണ്ടുപോയ സാമ്പത്തിക നന്മകളെ തിരികെ തരുക, നിങ്ങളുടെ ആത്മീക അനുഭവങ്ങളെ മടക്കി തരുക, നിങ്ങളുടെ പ്രാർത്ഥന അനുഭവത്തെ മടക്കി തരുക, ശത്രു അപകരിച്ചു കൊണ്ടുപോയത് മടക്കി തരുക. ഇന്ന് പകൽ എന്റെ ദൈവം സർവശക്തനാണ്. ജീവിതങ്ങൾ തകർത്ത് ആ വിശ്വാസം കുളയ്ക്കുക. വിശ്വസിച്ച് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ ആരാധിക്കുന്നുവോ, അവരുടെ അകത്തേക്ക്, അവരുടെ കുടുംബത്തിനകത്തേക്ക്, അവരുടെ തലമുറയിലേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. എണ്ണി എണ്ണി പറഞ്ഞാൽ പലരുടെ അനുഭവങ്ങളിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാനൊരു പ്രാർത്ഥന അനുഭവം നിങ്ങളോട് പങ്കിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കിഴവിക്കഥയല്ല, പണ്ടങ്ങളിൽ നടന്ന ഒരു കെട്ടുകഥയല്ല. ഇന്നും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് അതെ 102-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നു, യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ വിശ്വസ്തനാണ്. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഈ കഴിഞ്ഞ ഈ ആഴ്ചയില് ഒരു വിവാഹ വീട്ടിൽ വെച്ച് ഒരു മാതാവ് അവിടെ മകളുടെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ അടുക്കൽ വന്നിട്ട് മകളുടെ മകനോട് പറയുകയാണ്, ഈ അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ ദൈവം തന്നത്. അവിടെ ആ അമ്മ പറഞ്ഞു, എന്റെ മകൾക്ക്
വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി തലമുറയില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ആരാധനയ്ക്ക്, ഒരു ചൊവ്വാഴ്ച ആരാധനയ്ക്ക് വരണം, ഹിന്ദുക്കളാണ് അവര്, വരണം, ഒരു വെള്ളം കൂടെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴേക്ക് ആ മകൾ പറഞ്ഞു, സർപ്പശാപമാണ്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, ചെയ്യാനൊരു പരിപാടിയൊന്നും ഇല്ല. പക്ഷെ പല പൂജാരിമാരും പറഞ്ഞ ഡേറ്റ് എല്ലാം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പൊ ഒരു കാര്യത്തിനും പോകാതെ മടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു, തലമുറയെ തരാൻ അതെ അവർക്ക് കഴിയുകയില്ല, ജീവനുള്ള ഒരു ദൈവമുണ്ട്. നീ ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. ലക്ഷങ്ങൾ മുടക്കി ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു. പക്ഷെ അന്ന് ആ സഹോദരി കണ്ണുനീരോടെ മുട്ടുമടക്കി അവിടെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇത് കുടിക്കണം. കൃത്യം 30 ദിവസത്തിനകത്ത് ആ മകൾ കൺസീവായി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. എന്റെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ ഒരുക്കമാണ്. അവരിന്ന് ദൈവത്തെ ആരാധിക്കുന്നു, അതാണ് ഏറ്റവും വലിയ സന്തോഷം. സാഹചര്യങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും ആ മകൾ പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു പോകുന്നു, ഒരു കൂട്ടായ്മയ്ക്കായിട്ട് കടന്നു പോകുന്നു. അപ്പൊ നോക്കണേ, ഒരു കാലത്ത് നമ്മളൊക്കെ പ്രാർത്ഥിച്ച, നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതൊക്കെ അതെല്ലാം വിത്തുകളാണ്. ഒരു ദിവസം അത് മുളയ്ക്കും. ആ കുടുംബം ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുമില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യെശയ്യാ പ്രവാചക പുസ്തകം 38-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അത് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ഒന്ന് വായിക്കാം. ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. മതി, ഇവിടെ അടുപ്പിന്റെ വായിക്കാം. ഇവിടെ ദൈവത്തിന്റെ അഭിഷക്തം പറയുകയാണ്, ഹിസ്കിയാവ്, നീ രാജാവൊക്കെ ആണെങ്കിലും നീ മരിക്കാൻ സമയമായി. നിനക്ക് വന്ന രോഗം മരിക്കത്തക്ക രോഗമാണ്. നിന്റെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. നേരത്തെ ദൈവം അത് പറയണമെങ്കിൽ ആ വ്യക്തി ദൈവഭയമുള്ള മനുഷ്യനായിരിക്കണം. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ളവരോട് മാത്രമേ മുന്നമേ കാര്യങ്ങൾ അറിയിക്കുകയുള്ളൂ. പ്രവാചകൻ വന്നു പറയുകയാ, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം എന്ന് പറയുമ്പോൾ ആ പ്രവാചകനോട് ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. ആ രാജാവ്, ഹിസ്കിയ രാജാവ്, മുഖം ചുവരിന്റെ നേരെ തിരിച്ചു. ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് കണ്ണുയർത്തുവാൻ, ലോകത്തിലേക്ക് നോക്കാതെ, ദൂത് പറയുന്ന പ്രവാചകനിലേക്ക് നോക്കാതെ, പാസ്റ്റർമാരിലേക്ക് നോക്കാതെ, ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ ഇന്ന് പകൽ ആര് തയ്യാറാകുന്നു? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വാദിക്കണം. ഈ രാജാവ് ചുവരിന്റെ നേരെ മുഖം തിരിച്ചിട്ട് ദൈവത്തോട് പറയുന്നു, 3-ാം വാക്യം, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അത് ദൈവം നമ്മെ ഓർക്കുന്ന ദിവസമാണ്. നിന്റെ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ, പ്രതിസന്ധികളേറെ കടന്നു വരുമ്പോ, ലോകം മുഴുവൻ നീ തകർന്നു പോകുമെന്ന് പറയുമ്പോ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ നടപ്പിനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും നിനക്ക് പ്രസാദകരമായി നിന്റെ മുമ്പിൽ നടന്നു. ഒരു രാജാവിന് അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ എന്താ നമുക്ക് പറയാൻ കഴിയാം? എന്റെ വൈഫിന്റെ കൊച്ചിന്റെ മകൻ, എന്റെ മൂത്ത സഹോദരിക്ക് ഹാർട്ടിൽ 3 ബ്ലോക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. രാവിലെ ഒരു ബ്ലോക്ക് മാറ്റാനുള്ള ക്രമീകരണമെല്ലാം ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് വൈഫിനോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ.
ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ മനുഷ്യൻ ഒന്ന് ചുമച്ചു, ഒന്ന് ഛർദ്ദിച്ചു, അവിടെ വീണ് മരിച്ചു. അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഞങ്ങൾ അടക്കത്തിന് പോകുമ്പോൾ ആ സർജറി കഴിഞ്ഞ ആശുപത്രിയിൽ ആയിരുന്ന അന്ന് രാവിലെ ഹാർട്ടിന്റെ ഒരു ബ്ലോക്ക് മാറ്റിയ സഹോദരി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. തന്റെ സഹോദരൻ തന്നെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി എനിക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾ ചെയ്തിട്ട് വീട്ടിൽ വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞത് മരണ വാർത്തയാണ് അറിഞ്ഞത്. എന്നെയും നിങ്ങളെയും ദൈവം ജീവനോടെ ശേഷിപ്പിച്ചെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഒരുപാട് പരാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ ധൈര്യമായി ദൈവമുഖം അന്വേഷിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? നമുക്കൊരു വിഷയം വരുമ്പോൾ ആരുടെയും അത് സപ്പോർട്ട് ഇല്ലാതെ ദൈവത്തോട് പറയാൻ കഴിഞ്ഞാൽ, പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, അതെ, ആ ദൈവത്തിന്റെ അഭിഷക്തൻ, ദൈവത്തിന്റെ ആലോചന പറഞ്ഞ പ്രവാചകൻ വീടിന്റെ മുറ്റത്തെത്തും മുമ്പേ ദൈവം അവനോട് ഇടപെടുകയാ. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ഉറക്കെ നിലവിളിയോട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ഈ ആരാധന കഴിഞ്ഞ് നിങ്ങളുടെ ഭവനത്തിലെത്തുന്നതിന് മുമ്പേ അതിന്റെ വിടുതൽ വെളിപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നമുക്ക് വേണ്ടി ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഒരുക്കമാണ്. നമ്മുടെ പ്രാർത്ഥന അനുഭവം കുറയാതിരിക്കണം. നമ്മുടെ സഭ അനേകം വിടുതലുകൾ കണ്ടതാ. എടുത്തുകൊണ്ടുവന്ന മരണത്തിന് മണിക്കൂറുകൾ പറഞ്ഞ ഡോക്ടർമാർ വിട്ട പല രോഗികളെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയതാ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നും വിലയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയൊന്നും അസ്ഥാനത്തല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് വിടുതലുണ്ടെന്ന് നമുക്കൊരു വിശ്വാസം വരണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ഇന്നും അത് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. പ്രവാചകനെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത്? എന്താ എന്റെ നിലവിളി കേൾക്കാതിരിക്കുന്നത്? ഇന്നലെ കഴുത്താവിന്റെ ദാസൻ വചനം പ്രസംഗിച്ചപ്പോൾ ഒരു മർമ്മം പറഞ്ഞു. ദൈവത്തിന് ഉയർത്താനുള്ളവരെ ദൈവം ചില വർഷങ്ങൾ മറച്ചു വെക്കും. ജോസഫിനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ നീണ്ട 13 വർഷത്തിലധികം ദൈവം അവനെ മറച്ചു വെച്ചതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം മറച്ചു വച്ചിരിക്കുന്നുവോ? ഇന്ന് അധ്വാനിച്ചിട്ട് നന്മ വരുന്നില്ലയോ? ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നേറുവാൻ കഴിയുന്നില്ലയോ? ഒരു ദിവസം എന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തണമേ. എന്റെ നിലവിളിക്ക് മറുപടി തരണമേ. അതാണ് ഭക്തന്റെ പ്രാർത്ഥന. ഹിസ്കിയാ രാജാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി. ഇന്ന് അതേ പ്രവാചകൻ പറഞ്ഞു, നീ മടങ്ങിപ്പോയി ആ ഹിസ്കിയാവിനോട് പറ, അവന്റെ നിലവിളി എന്റെ സന്നിധിയിലെത്തി. അവന്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരം നീട്ടിക്കൊടുത്തിരിക്കുന്നു. നമ്മളൊക്കെ എന്നേ തകർന്നു പോകേണ്ടതായിരുന്നു. ഒരു പാട്ടുണ്ട്, അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നേനാ വൻ നരകമതിൽ. നമ്മളൊക്കെ നരകത്തിൽ വീഴാതെ ദൈവരാജ്യത്തിലെത്തുവാൻ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ ആയുസ് നീട്ടിത്തന്നത്. ദൈവം നമുക്ക് ആയുസ് നീട്ടിത്തന്നത് നമ്മുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കൂടെയാണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 39-ാം സങ്കീർത്തനം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 39-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങൾ, ഞാൻ ഒരിയാടാതെ ഊമനായിരുന്നു,
നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മുടെ പ്രാർത്ഥന ജൽപ്പനമായി മാറരുത്. എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരാത്തത്? എന്റെ ഹൃദയത്തിനകത്ത് ചൂട് പിടിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഒന്നുകൂടെ 3-ാം വാക്യം വായിക്കാം. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിന്റെ അകത്തൊരു കത്തലുണ്ടാകണം. ഞാൻ ആരുടെ മുമ്പിലാണ് ആയിരിക്കുന്നത്? നമ്മളായിരിക്കുന്ന ദൈവത്തെ കുറിച്ചൊരു ഭയം നമ്മുടെ അകത്ത് വരണം. പ്രപഞ്ചത്തെ മുഴുവനും വാക്കുകൊണ്ട് സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നുവെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ പോലും, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയില്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയില്, പ്രത്യേകിച്ച് ആലയത്തിലെ പ്രാർത്ഥന. ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല കർത്താവ് നമ്മോടൊപ്പം ഉള്ളത്. പിന്നെയോ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ആഴ്ചയിൽ ഒരു ദിവസം 3 മണിക്കൂർ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത് ഉറങ്ങിയും മയങ്ങിയും ചാഞ്ഞും ചതഞ്ഞുമല്ലേ? ഉണർവോടെ ഇരിക്കാൻ കഴിയുമോ? എന്താ കാര്യം? ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ആ ദൈവവുമായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ വേണം. കർത്താവുമായുള്ള ബന്ധം എത്രമാത്രം വലുതാണ്! എന്റെ അടുത്ത് നിൽക്കുന്ന, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന, എന്റെ നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം എന്റെ അടുക്കൽ നിൽക്കുന്ന എന്റെ പ്രാണപ്രിയനെ കുറിച്ച് ഒരു ബോധം എന്റെ അകത്ത് വരുമ്പോഴാണ് സകലതും മറന്ന് ആ ദൈവത്തോട് നിലവിളിക്കുന്നത്. കർത്താവിന്റെ സനി നിലവിളിക്കുന്ന ഒരു ദൈവ പൈതൽ ലോകത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ ദൈവം അനുവദിക്കുകയും, ദൈവസനി മുട്ടുമടക്കുന്ന ഒരു ദൈവ പൈതലിന് ലോകത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറെ ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതൊരു വലിയ കൃപയാണ്. ജീവിതത്തിന്റെ സകല മേഖലകളിലും അവിടെ എന്റെ സങ്കടം പൊങ്ങി വന്നപ്പോ എന്റെ ഹൃദയത്തിനകത്ത് ചൂട് പിടിച്ചു. ആ ഹൃദയത്തിനകത്തുള്ള ചൂടാണ് നമ്മൾ ഓരോരുത്തരെയും മുമ്പിലേക്ക് നയിക്കുന്നത്. കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് അകത്ത് തീ കത്തുന്ന അനുഭവം ഉണ്ടാകാറുണ്ടോ? കർത്താവിനെ കുറിച്ച് ദൈവവചനം ധ്യാനിക്കുമ്പോൾ, കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പിടയലുണ്ടാകും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചില ക്ലാസ്സിലെ അധ്യാപകർ വരുമ്പോ നമ്മുടെ കാലിൽ കൂടെ ഒരു വിറയൽ വരും. എന്താ കാര്യം? ഇന്ന് ടെസ്റ്റ് പേപ്പറാണ്, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ദിവസമാണ് എന്നും ആ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോൾ എന്തുമാത്രം ഭയത്തോടെയാണ് നമ്മളായിരിക്കുന്നത്. ചില അധ്യാപകർ വരുമ്പോൾ നമുക്കൊരു പേടിയും തോന്നാറുമില്ല. എന്താ കാര്യം? അദ്ദേഹം നമ്മെ അടിക്കാറില്ല, ശാസിക്കാറില്ല, പണിഷ്മെന്റ് തരാറില്ല. എങ്കിലും അദ്ദേഹം നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കും. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനത്തോടെ. എന്നെ SLCക്ക് മലയാളം പഠിപ്പിച്ച അധ്യാപകൻ ഏകദേശം 20 വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം എന്റെ പേര് പറഞ്ഞ് വിളിച്ചു. ഞാൻ ചോദിച്ചു, സാറിന് എന്റെ പേര് മറന്നില്ലേ? ഇല്ല വിജയ, ഒരുപാട് പേരെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല പ്രായമുണ്ട്. എന്നെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം അദ്ദേഹം പെൻഷനായ ആളാണ്. ഏതാണ്ട് 75 വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന്. എന്നോട് കണ്ടപ്പോ തന്നെ വിജയ സുഖമായിരിക്കും എന്നോട് ചോദിച്ചു.
നോക്കണം, ഒരു 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 അധ്യാപകനും ഒരു വിദ്യാർത്ഥിയുമായുള്ള ബന്ധം 20 വർഷങ്ങളായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ആ 20 വർഷത്തിന് ശേഷവും എൻ്റെ പേര് ഓർക്കുവാൻ തക്കവണ്ണം ഞാനും അധ്യാപകരുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നു. നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു? ഏത് സമയത്തും കർത്താവിന് എന്നെ ഓർക്കാനായിട്ട് കഴിയുമോ? കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തെ കുറിച്ചൊരു ഭയം എന്റെ അകത്ത് വരുന്നോ? എന്റെ അകത്തൊരു കത്തൽ വരുന്നുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നില്ല? എന്റെ സങ്കടം പൊങ്ങി വരുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ചൂട് പിടിക്കും, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തും. ഞാൻ നാവ് കൊണ്ട് എന്റെ വായെടുത്ത് ഞാൻ സംസാരിക്കും എന്റെ ദൈവത്തോട്. ദൈവസന്നിധിയിൽ ആ ഒരു ആത്മഭാരത്തോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഹന്ന. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. മക്കളുടെ അവിടെ അവൾ സന്തോഷമുള്ളപ്പോഴാണ് കരഞ്ഞത്. അവളുടെ സഹോദരിയുടെ നിന്ന കേട്ട് മടുത്ത് സകലതും സഹിച്ച് മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു. നമ്മുടെ കണ്ണുനീര് നിലത്ത് വീണാൽ നിശ്ചയമായും അതിന് മറുപടിയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവപൈതല് നിന്റെ ഹൃദയം വേദനിക്കാൻ അനുവദിക്കും. ഒരു വിഷയത്തെ കുറിച്ച് നിന്റെ ഹൃദയം വേദനിച്ചാൽ എന്റെ കർത്താവിന്റെ ഹൃദയം വേദനിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിഞ്ഞാൽ ഹന്നയുടെ ആ നെടുവീർപ്പ് പറയുന്ന എന്റെ ഹൃദയത്തെ ഞാൻ ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തു. ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന വേദന മറ്റാരോടും പങ്കിടാൻ കഴിയാതെ എന്റെ ഭർത്താവ് പറയുന്നു, നിനക്ക് 10 പുത്രന്മാരുള്ളവരെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ തൃപ്തയല്ല. അവിടെ ഹൃദയത്തിന്റെ വേദന ദൈവസന്നിധിയിൽ പകർന്നപ്പോ പിന്നെ അവരുടെ മുഖം വാടാൻ ദൈവം അനുവദിച്ചു. നമ്മുടെ മുഖം പലപ്പോഴും വാടിപ്പോകുന്നു, പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകുന്നു. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധി നമ്മുടെ പ്രാർത്ഥനയെത്തിയാൽ നിശ്ചയമായും മറുപടി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഇസ്രായേൽ രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി, അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഇന്ന് പകൽ നമ്മളൊക്കെ നിലവിളിക്കുന്നവരാ. പക്ഷെ എന്റെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ളതാണ് വിഷയം. രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഇതൊക്കെ ദൈവമക്കളെ, നമ്മുടെ നിലവിളി ദൈവം കേട്ടാൽ, കർത്താവ് കേട്ടാൽ മറുപടിയുണ്ട്. കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കത്തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെയാണ് വിഷയം. എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ നിലവിളി ദൈവത്തിൽ എത്തുന്നില്ല? നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളുമാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ മറച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ നിലവിളി കേൾക്കാതെ വണ്ണം കർത്താവിന്റെ ചെവി മറച്ചിരിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളാണ്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു,
ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് ദൈവത്തോട് നിലവിളിച്ചു. ആ അടിമവേല നിമിത്തമുള്ള നിലവിളി ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ദൈവം അത് കേട്ടു. കേട്ടാൽ എന്താ പ്രത്യേക അടുത്ത വാക്യം? ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർത്തു. എപ്പോഴാ? നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ഇസ്രായേൽ അടിമത്വത്തിലേക്ക് പോയത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ അബ്രഹാം കഴിച്ച യാഗത്തിൽ ദൈവത്തിന് വ്യവസ്ഥയില്ലാതെ യാഗം കഴിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞ ശാപമാണ്, നിന്റെ തലമുറ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമയായി പാർക്കും. ആ ദേശക്കാർ അവരെ ഞെരുക്കും. ഇത് ദൈവം കൊടുത്ത ശാപമാണ്. പക്ഷേ അടിമവേല നിമിത്തം ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടു. 400 സംവത്സരം ദൈവം പറഞ്ഞെങ്കിൽ 430 സംവത്സരം കഴിഞ്ഞ ദൈവം കേട്ടോ. 400ാമത്തെ സംവത്സരം ദൈവം വിടുവിക്കേണ്ടതാ. പക്ഷേ ഇസ്രായേൽ മക്കളുടെ നിലവിളി എവിടെ എത്തിയില്ല? ആ ദൈവസന്നിധിയിൽ എത്തിയില്ല. ഇന്ന് വിടുവിക്കപ്പെടേണ്ടത് ഒരാഴ്ച കഴിഞ്ഞല്ല വിടുവിക്കപ്പെടണം. ഇന്ന് വിടുവിക്കപ്പെടണം. സ്പോട്ടിൽ വിടുതൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ആരോടും പരസ്യം കാണിക്കാനല്ല, ദൈവനാമ മഹത്വത്തിന്റെ മാത്രമായിരിക്കും. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നും ഇല്ല. ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ക്രമീകരണം വരുത്താനുണ്ടോ അതെല്ലാം ക്രമീകരണം വരുത്തി ദൈവത്തോട് നിലവിളിച്ചാൽ നമ്മുടെ നിലവിളി കേൾക്കുവാൻ ദൈവം സർവശക്തനാണ്. ഇസ്രായേലിന്റെ നിലവിളി, അടിമവേല നിമിത്തമുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം ദൈവം ഓർത്തു. ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാനിലേക്ക് ദേശത്തേക്ക് പോകാം. അബ്രഹാമിന് ദൈവം പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുള്ള കനാൻ ദേശത്ത് കൊണ്ട് പാർപ്പിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം ഓർത്തു. പ്രാർത്ഥിക്കുന്ന, ദൈവവചനപ്രകാരം വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവവേദനെ 1000 തലമുറ വരെ ദയ കാണിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമ്മുടെ തലമുറ കൊണ്ട് തീർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. തലമുറയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രം ഭയത്തോടെയാണ് നമ്മളായിരിക്കുന്നത്. ഇസ്രായേലിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പോൾ സ്വർഗത്ത് ദൈവം ചിലത് ഓർത്തു. എന്നെ കുറിച്ച് ഓർക്കാൻ ദൈവത്തിന് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അലസത വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞു കർത്താവിനോട് നിരപ്പ് പ്രാപിക്കണം. കർത്താവിന്റെ മേശയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളൊരു പുതിയ ബലത്തോടെ മടങ്ങും. എവിടെയൊക്കെയോ വിള്ളലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് നികത്തുവാൻ കഴിയണം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 16-ാമത് വാക്യം, നാളെ ഇന്നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് എന്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയ
ഇസ്രായേലിന്റെ നിലവിളി എന്താ? ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ശമൂവേലിനെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ ആർക്കുമില്ല. പക്ഷെ ശമൂവേലിന്റെ മക്കൾ ദൈവത്തിന്റെ വഴികളിലല്ലായിരുന്നു. അവർ നീചന്മാരായിരുന്നു, ഏലിയുടെ മക്കളെ പോലെ. അതുകൊണ്ട് അവിടെ ന്യായപാലനം ഇസ്രായേൽ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അത് ന്യായമായ കാര്യമായതുകൊണ്ട് ദൈവം കേട്ടു, ദൈവം കൊടുത്തു. നമ്മുടെ നിലവിളി ദൈവസന്നിധിയാണ്. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ സന്നിധിയിലെത്തി. നമ്മുടെ നിലവിളി ദൈവസന്നിധിയിലെത്തിയാൽ 18-ാം സങ്കീർത്തനം 6-ാമത് വാക്യം വായിക്കുമ്പോൾ, 18-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത് വാക്യം, എന്റെ കഷ്ടതയെ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. അതായിരിക്കണം ദൈവത്തിന്റെ വിശ്വാസം. ഞാൻ കഴിച്ച പ്രാർത്ഥന കർത്താവിന്റെ മന്ദിരത്തിൽ നിന്ന് കേട്ടു. എന്റെ അപേക്ഷ ആ ദൈവത്തിന്റെ ചെവിയിലെത്തി. കർത്താവിന്റെ ചെവിയിൽ നമ്മുടെ പല വിഷയങ്ങളിൽ എത്തിയ ഇന്ന് പകൽ നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ഏത് ഭാരമേറിയ വിഷയത്തിനും പരിഹാരം തരാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ അകത്തൊരു ചൂടുണ്ട്, ഒരു തീഷ്ണതയുണ്ടാകും പ്രാർത്ഥിക്കുവാനായിട്ട്. മറ്റേതിനേക്കാളും പ്രാർത്ഥനയിൽ പോരാടുവാൻ ഒരു തീഷ്ണതയുണ്ടാകും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അല്ലേ? നമുക്ക് 1 മണിക്കൂർ പത്രം വായിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങിയാലോ? പലരും പറയാറുണ്ട്, വേദപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോഴേ ഉറക്കം. പ്രാർത്ഥിക്കാൻ കണ്ണടച്ചാല് ഉറക്കം വരും. ശാരീരമായ ക്ലേശങ്ങളിൽ ഗുളികയൊക്കെ കഴിക്കുന്നത് ചിലപ്പോൾ കണ്ണടയ്ക്കൊന്ന് ഉറങ്ങിപ്പോകും. പക്ഷേ എങ്കിലും അകത്ത് കത്തുന്ന ഒരു ദാഹമുണ്ട്. അതാണ് ഭക്തൻ പറയുന്നത്, എന്റെ അകത്ത് തീ കത്തി. അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങാൻ പറ്റില്ല. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ ഇവിടെ എന്റെ വിധിക്കുന്ന അനേകരെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അനേക വിടുതലുകൾ കണ്ടതല്ലേ? നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ച അനേക വിടുതൽ നിങ്ങൾ വാങ്ങിയതല്ലേ? ഇന്ന് ആ പ്രാർത്ഥന അനുഭവം എവിടെ പോയി? ആ പ്രാർത്ഥന അനുഭവത്തിലേക്ക് മടങ്ങി വരും. അപ്പൊ ദൈവസന്നിധിയിൽ ആ ഒരു ഉറപ്പും പ്രത്യാശയുമാണ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രാർത്ഥന 27-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ അതേ ദാവീദ് പറയും, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. 31-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയും, നിന്റെ ചെവി ചായ്ച്ച് വേഗം എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരണമേ. 56-ാം സങ്കീർത്തനം 9-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, ഞാൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. അവരോട് യുദ്ധം ചെയ്യുമ്പോഴല്ല, പിന്നെയോ ഞാൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ എന്നെ വിട്ട് പിന്തിരിയുന്നു. നാം ദൈവത്തോട് പ്രാർത്ഥിച്ച ശത്രുവിന്റെ അടുക്കലേക്ക് വരാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാം. നമ്മുടെ ഹൃദയത്തിനകത്ത് അതീഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമ്പോൾ ഭാരമേറിയ പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത പല വിഷയങ്ങളുമായി പലരുടെ ഇരിപ്പുണ്ട്. മനുഷ്യരോട് പറയാൻ പരിധിയുള്ളപ്പോൾ ദൈവത്തോട് പറയാൻ ഒരു പരിധിയും വേണ്ട. നമുക്ക് എന്തൊക്കെ എഴുന്നേൽക്കാം ഒരു നിമിഷം ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകലതും മറന്ന് അടുത്ത് നിൽക്കുന്ന ആരെയും നോക്കണ്ട. കുഞ്ഞുങ്ങളെല്ലാം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ കണ്ണുകളടയ്ക്കുക. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടയ്ക്കുക.
എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കരയണമോ കരയാം, നിലവിളിക്കണമോ നിലവിളിക്കാം. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കണ്ട. ഞാനും എൻ്റെ ദൈവവുമായി ഒരു നല്ല ബന്ധം. ദൈവം എന്നെ വിളിക്കുമ്പോൾ ഞാൻ പരിധിക്ക് പുറത്തല്ല, ഞാൻ ലൈനിലുണ്ടെന്ന് പറയുവാൻ, ലൈവായി എന്നെയും നിങ്ങളെയും കാണുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന എന്റെ മന്ദിരത്തിൽ നിന്ന് കേട്ടു എനിക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. എന്റെ നിലവിളി ദൈവസനിൽ എത്തി. ദൈവസനിൽ ആ ഉറപ്പോടെ പ്രാർത്ഥിക്കാമോ? അവരവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. രോഗിയായിട്ടാണോ വന്നത്? ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കലം വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞിരിക്കുക. ഇന്ന് പകൽ ചില രോഗികളെ സൗഖ്യമാക്കുവാൻ, ഹിസ്കിയാവിന്റെ മരണകരമായ രോഗത്തെ മാറ്റി ആയുസ്സിനെ നീട്ടിക്കൊടുത്ത ദൈവം ഇന്ന് പകൽ ചില രോഗികളെ സൗഖ്യമാക്കുവാൻ വന്നിട്ടുണ്ട്. ആരും കണ്ണു തുറന്ന് നോക്കണ്ട, ആരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആത്മീക വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന അനുഭവങ്ങൾ വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശാരീരികമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്ന് ദൈവത്തെ പുറത്തു കൊണ്ടുവരുവാൻ അവരവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവർക്ക് ദൈവത്തോട് നിലവിളിക്കുക. ഇന്ന് പകൽ നമ്മുടെ നിലവിളി കേൾക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, ഞരക്കം പോലും തിരിച്ചറിയുവാൻ എന്റെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ചില തൊടുകയോ, ചില രോഗികളെ സൗഖ്യമാക്കുക, ചില പാരമ്പര്യ രോഗങ്ങളെ എന്റെ കർത്താവ് ഇന്ന് പകൽ കാലം വിടുവിക്കുക. ചില മാരക രോഗങ്ങളെ ദൈവം ചില വിടുവിക്കുക. ഉദര സംബന്ധമായ ചില രോഗങ്ങളെ ഇന്ന് പകൽ യേശു സൗഖ്യമാക്കുക. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം വെളിപ്പെട്ട് നിൽക്കുക. ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. പഠിക്കുവാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചോ, എനിക്ക് ദൈവത്തിന്റെ ജ്ഞാനം തരണം. എന്താവശ്യമുണ്ടോ ദൈവത്തോട് പറയാം. ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞവൻ, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുന്ന ദിവസമത്രേ. ഇതുവരെ നിന്റെ മുമ്പിൽ കൊട്ടി അടയപ്പെട്ട ചില വാതിലുകള് ദൈവം നിനക്കായി തുറക്കാൻ പോകുകയോ. ഓ, ഇതുവരെ അടഞ്ഞു കിടന്ന ചില വാതിലുകൾ, ഓ ഹല്ലേലൂയ, ശത്രു അടച്ചു ചില വാതിലുകള് ഇന്ന് പകൽ എന്റെ ദൈവം തുറന്നു തരികയോ. താമ്ര വാതിലുകളെ തകർത്ത് മുന്നേറുവാൻ, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് മുന്നേറുവാൻ, ഓ ഹല്ലേലൂയ, ദൈവം ചിലർക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുന്ന ദിവസമത്രേ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചോ, കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചോ, അതരം തുറന്ന് പ്രാർത്ഥിച്ചോ. ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഭക്ഷിക്കാതെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കണ്ണുനീരോട് സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തുക. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിച്ച് കർത്താവേ ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങളെ ബലപ്പെടുത്തണം. ആരോടും പറയാൻ കഴിയാത്ത പല വേദനകളുമായി, ഭാരങ്ങളുമായി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരും. അത് ഞങ്ങളെ വിടുവിച്ച് അയക്കണം. ഞങ്ങളുടെ അകത്ത് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. ഒരു കൃപ നൽകണം. അവിടുത്തെ കൃപ പകരണം. ഇത് കേട്ട വചനം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം ശക്തിയോടെ.